സംഭവം ചെറുപ്പാളി പോയി ചാർജ് കുത്തിയ സമയത്ത് അതെങ്ങനെയോ കട്ടായി പോയി ലൈവ്. എല്ലാവരും അത് കുഴപ്പമില്ല, എന്തായാലും പറ്റിപ്പോയി. ചാർജ് ചെയ്ത വഴിക്കല്ല ചാർജ് കയറിക്കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാ കട്ടായി പോയത്. കൈ തട്ടിയതല്ല, പക്ഷെ അതെങ്ങനെയാ സംഭവിച്ചു. എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഒന്ന് അപ്പൊ എന്തായാലും സംഭവം കയ്യിൽ നിന്ന് പോയി. ചാർജ് കുത്തിയ സമയത്ത് എങ്ങനെയോ ലൈവ് കട്ടായിപ്പോയി. കൈ തട്ടിയതല്ല, പക്ഷെ അതെങ്ങനെ ചാർജ് കയറ്റിയ സമയത്താണ് എന്തോ സംഭവിച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് വിഷമമായിപ്പോയി. കാരണം ഭയങ്കരമായ രീതിയിൽ നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു ലൈവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോകാം. ഇപ്പോൾ ലൈവിൽ ചെറിയൊരു എരപ്പും ഉണ്ടാവാൻ സാധ്യതയാണ്. ചാർജ് കുത്തിക്കൊണ്ട് കുത്തിയേക്കുന്നതുകൊണ്ട് ഒരു എരപ്പും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത നമുക്ക് പാട്ടിലേക്ക് പോകാം. കിങ്ങിണി കിട്ടും. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് തിരിച്ചു കയറുക, എല്ലാവരെയും ഒന്ന് മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്ത് അപ്പോൾ അടുത്ത നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ ഒരു ഡാൻസിലേക്ക് പോകാം. ആ ഒരു വിഷമം അങ്ങ് മാറാൻ കിങ്ങിണിക്കുട്ടിയുടെ ഡാൻസ് ചിലപ്പം ഉപകരിക്കില്ല. എന്നാലും ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷമാണോന്ന് വെച്ചാൽ സന്തോഷമല്ല. നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈവാണ് നമുക്ക് കട്ടായി പോയത്. എന്തായാലും പോയത് പോട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് നന്ദിയിരിക്കുന്നു. വിശ്വകർമ്മ സൗഹൃദ വേദി ഒരുപാട് സപ്പോർട്ട് നന്ദി. ചിത്ര സൂപ്പർ കൊണ്ട് ഒരുപാട് സന്തോഷം. നമ്മുടെ ലഞ്ചു ദാമോദർ അങ്ങനെ ഒട്ടനവധി പേർ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്കൊരു അടിച്ചുപൊളി പാട്ടിലേക്ക് പോകാം. ചിത്ര ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരോടും ഒന്ന് ഒത്തുപിടിച്ച് നമുക്ക് ഏതാണ്ട് നേരം വെളുക്കാറായി. അപ്പോൾ 2 മണിക്കൂർ. അപ്പോൾ നമുക്കൊരു 11:30 വരെ പോകാം. ഒരുപാട് സന്തോഷം. സപ്പോർട്ട് ഒരുപാട് നന്ദി. പ്രശാന്ത് ഞവരക്കാട്ട് ഒരുപാട് സന്തോഷം. ബിന്ദു സുകുമാരൻ ഒരുപാട് സപ്പോർട്ട് നന്ദി. വത്സ ദേവദാസ് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ പ്രോഗ്രാം സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വത്സ ദേവദാസ് ചേട്ടൻ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. പ്രശോഭ് ഞാൻ വിശ്വകർമ്മയാണ്, നൈസ് ഫാമിലി. ഒരുപാട് സന്തോഷം. ഞങ്ങൾ വിശ്വകർമ്മയാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കാവിലപ്പാട്ട് എന്ന ഞങ്ങളുടെ സ്വന്തം പേജിനെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പേജിനെയും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും കിങ്ങിണിക്കുട്ടി ഫാൻസ് എന്ന ഒരു ചെറിയ പേജിന് അതിനെ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ വത്സ ദേവസ്വം അനുഗ്രഹീത കുടുംബം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഗിരീഷ് കുമാർ ഇത്രയും നേരം സംഗീത സാഗരത്തിൽ നീന്തി കളിച്ച കലാകാരന്മാർക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കണം. ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി. നിങ്ങളുടെയൊക്കെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദിയായിരിക്കും. തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല കമൻസുകളും നല്ല വാക്കുകൾ തന്നെയാണ് ഞങ്ങളെ പോലുള്ള എളിയ കലാകാരന്മാരുടെ മുന്നോട്ട് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ആവേശവും. അതുകൊണ്ട് തന്നെയാണ് ഈ 3.5 മണിക്കൂർ സമയമാകുമ്പോഴും ഞങ്ങൾക്ക് പ്രോഗ്രാം നിർത്താൻ തോന്നുന്നതും
നിങ്ങളെയൊക്കെ ഇത്രയായിട്ട് ബുദ്ധിമുട്ടിക്കാൻ തോന്നുന്നതിന് കാരണം അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഗിരീഷ് കുമാർ, ഇത്രയും നേരം ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്ത കഥളി ചെങ്കഥളി, ഇനിയിപ്പോൾ നമുക്ക് 1-2 പാട്ടുകൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ലൈവിൽ 44ഓളം 50ഓളം പേർ താങ്ക് യു ഒരുപാട് സന്തോഷം. നമ്മുടെ വിശ്വകർമ്മ സൗഹൃദവേദി ഒരു ഹിന്ദി ഫാസ്റ്റ് സോങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹിന്ദി ഫാസ്റ്റ് സോങ്ങിലേക്ക് തീർച്ചയായിട്ടും ശ്രീവള്ളിയമ്മാൾ വീണ്ടും വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. PG ദേവദാസ് പീഡികപ്പറമ്പാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് സപ്പോർട്ട് വിളിച്ചിട്ടുണ്ട്. വത്സ ദേവദാസ്, പേരെനിക്ക് ഫുള്ള് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ശ്രീവള്ളിയമ്മാൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. വത്സ ദേവദാസ്, അതെ, നമ്മുടെ ചേട്ടത്തിയുടെ അപ്പച്ചിയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. VG രാജേഷ്, ഇനി എൻ്റെ ഓമനയ്ക്കായി ഒരു ഗീതം, പ്ലീസ് സിംഗ് ഫോർ കുവൈറ്റ്. VG രാജേഷ് അദ്ദേഹത്തിന്റെ ഓമനയ്ക്കായി ഒരു ഗീതം, പ്ലീസ് സിംഗ് ഫോർ കുവൈറ്റ്. കുവൈറ്റിൽ നിന്നാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓമന എന്ന് ഉദ്ദേശിച്ചത് വൈഫിനെയാണോ? എന്തായാലും അദ്ദേഹത്തിന്റെ ഓമനയ്ക്കായി വേണ്ടി ഏത് പാട്ടാ? ഒരു ഫാസ്റ്റ് നമ്പർ ഹിന്ദി ആയാലോ? ഒരു ഹിന്ദി പാട്ട് ശരിയാവൂ? അപ്പൊ എന്തായാലും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹിന്ദി പാട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കാം. ഡെഡിക്കേറ്റ് വിത്ത് നമ്മുടെ VG രാജേഷിന്റെ ഓമനക്കായി. ആ ഓമനയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഒരു ഹിന്ദി ഫാസ്റ്റ് നമ്പർ തന്നെ നമുക്ക് അങ്ങോട്ടും കൊടുക്കാം. പോട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. PG ദേവദാസ്.
താങ്ക് യു ഒരുപാട് സന്തോഷം. വത്സ ദേവദാസ്, പ്രിയപ്പെട്ടവരെ, കമന്റ്സിന് പിശുക്ക് കാണിക്കേണ്ട, നമ്മുടെ പ്രോത്സാഹനമാണ് ഈ കലാകാരന്മാരുടെ വിജയം എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അതുകൊണ്ട് പിശുക്ക് കാണിക്കേണ്ട. അതുപോലെ തന്നെ ഷെയറിന്റെ കാര്യത്തിലും ഒരു പിശുക്ക് കാണിക്കേണ്ട, ധൈര്യമായിട്ട് പോട്ടെ. PG ദേവദാസ് സൂപ്പർ എന്നുണ്ട്, ഒരുപാട് സന്തോഷം. വിശ്വകർമ്മ സൗഹൃദവേദി PG ദേവദാസ് ആചാര്യ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, ഒപ്പം അനുഗ്രഹിക്കുന്ന ഗായകനുമാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ പറഞ്ഞ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ ഒരു ഭയമൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളാരും പാട്ട് പഠിച്ചിട്ടുള്ളതല്ല. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. ഞങ്ങളുടെ പ്രോഗ്രാം ഒരു ഭയങ്കര പാട്ടുകാരൻ എന്ന രീതിയിൽ നിന്നും ഒരിക്കലും ഞങ്ങളുടെ പ്രോഗ്രാം കാണരുത്. ഈ പറഞ്ഞ പോലെ ഒരു ബഹളം, ഒരു അലമ്പ്, ഇത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ചിത്ര സൂപ്പർ എന്നോട് ഒരുപാട് സന്തോഷം. വത്സ ദേവദാസ് ഒരുപാട് സന്തോഷം. ബൈജു PA ഒരുപാട് സന്തോഷം. വിശ്വകർമ്മ സൗഹൃദവേദി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നന്ദി. അപ്പോൾ അടുത്തത് നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ ഒരു അറബിക് സോങ്ങിലേക്ക് പോകാം. ബിജു PA, വത്സ ദേവദാസ്, ഗിരീഷ് കുമാർ, സജയ് കുമാർ ഹായ് പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷം. നന്ദിനി ഒരുപാട് സന്തോഷം, സപ്പോർട്ടുകൾ നന്ദി. വത്സ ദേവദാസ്, സജയ് കുമാർ, യങ്സ്റ്റേഴ്സ് കണ്ണൂരിന്റെ ആശംസകൾ അറിയിക്കുന്നത്, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. സന്തോഷ് ഉത്രാടം ഒരുപാട് സന്തോഷം, സപ്പോർട്ടുകൾ നന്ദി. വിശ്വകർമ്മ. അപ്പോൾ നമ്മുടെ ഗൾഫിലുള്ള നമ്മുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ ഒരു അറബിക് സോങ് വരുന്നുണ്ട്. അറബി അറിയാവുന്നവർക്കും അറബി അറിയാത്തവർക്കും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തായാലും എനിക്കിതുവരെ യാതൊരു പിടിയും കിട്ടിയിട്ടില്ല. ഇത് എന്താണ് ഇവിടെ പാടുന്നത്, ഇവിടെ പാടുന്നത് ശരിയാണോ എന്ന് പോലും യാതൊരു പിടിയും കിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അർത്ഥം അറിയാമെങ്കിൽ, അപ്പോൾ ഇതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവ് പ്രിയപ്പെട്ടവരെ എനിക്കിതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരേണ്ടതാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കിങ്ങിണിക്കുട്ടിയുടെ അറബിക് സോങ്ങിലേക്ക് പോകുന്നു. ഇനി എൻ്റെ ഓമലിനായി ഒരു ഗീതം എന്ന ഗാനം, ഈശ്വര ശ്രീവല്ലി അമ്മാൾ, ഇനി എൻ്റെ ഓമലിനായി ഒരു ഗീതം എന്ന ഗാനം. ശ്രീവല്ലി അമ്മാൾ, ആ പാട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ യഥാർത്ഥത്തിൽ ആ പാട്ട് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്ത ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഈ പാട്ട് എവിടുന്നെങ്കിലും തപ്പിയെടുത്ത് പാടാൻ ശ്രമിക്കാം. അപ്പോൾ വിജി രാജേഷ് താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അപ്പോൾ ആ പറഞ്ഞ ഓമനെ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ശ്രീവള്ളിയമ്മാൾ അങ്ങനെ ഒരുപാട് സന്തോഷം. ലജു ദാമോദർ, വത്സാസർ, അങ്ങനെ ഒരുപാട് പേര് ഇതുണ്ട്. വിജിയുടെ രാജേഷ് എവിടെ ഉണ്ട്, താങ്ക് യു. അത് നിങ്ങൾ അല്ല, എന്തായാലും എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം അതിമനോഹരം, എല്ലാവരും സൂപ്പർ എന്നുണ്ട്, ഒരുപാട് സന്തോഷം. PG ദേവദാസ് ഒരുപാട് നന്ദി. നിങ്ങളുടെയൊക്കെ ഇതുപോലുള്ള സപ്പോർട്ടുകൾ കമന്റുകളും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം അതിമനോഹരമാണെന്ന് ഒരുപാട് സന്തോഷം. അപ്പോൾ കിങ്ങിണിക്കുട്ടിയുടെ അറബിക് സോങ്ങിലേക്ക് പോകാം. അപ്പോൾ അർത്ഥം അറിയാവുന്നവർ ദയവ് ചെയ്ത് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടി വെൽക്കം കിങ്ങിണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അപ്പോൾ കിങ്ങിണിക്കുട്ടിയുടെ ആ ഒരു അറബിക് സോങ്ങിലേക്ക് പോകാം. താങ്ക് യു, ഒരുപാട് സന്തോഷം. ബൈജു PA ഒരുപാട് സന്തോഷം, സപ്പോർട്ട് ചെയ്യുന്നു. സജയ് കുമാർ സൂപ്പർ മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, സജയ് കുമാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദി. വത്സ ദേവദാസ് ഒന്നും മനസ്സിലാകുന്നില്ല, പക്ഷെ കേൾക്കാൻ രസമുണ്ട്. ഇത് തന്നെ ഞങ്ങളെ കുഴപ്പം. ഒരുപാട് ലൈവുകളിൽ ഇവിടെ പാട്ട് പാടുന്നുണ്ടെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് ഇതിന്റെ വലിയ പിടിയൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് വലിയ പിടിയൊന്നുമില്ല, പക്ഷെ അഭിനയം നിൽപ്പോൾ കണ്ടാൽ തോന്നുന്നു എന്തൊക്കെ കംപ്ലീറ്റ് അർത്ഥങ്ങളും മനസ്സിലാക്കാനുള്ള പാട്ടാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. വിശ്വകർമ്മ സൗഹൃദ സൂപ്പർ മോൾ എന്ന് പറഞ്ഞിട്ട് ശ്രീവള്ളിയമ്മാൾ ഇന്ന് കിങ്ങിണി മോളിന്റെ ഡാൻസ് ഇല്ലായിരുന്നു. അയ്യോ, ഡാൻസ് കഴിഞ്ഞു. ഞങ്ങളുടെ രണ്ടാമത്തെ ലൈവ് തുടങ്ങിയപ്പോൾ തന്നെ ഡാൻസ് നടത്തി. എന്തായാലും അപ്പോൾ നമ്മുടെ ഞായറാഴ്ച മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പേജിൽ നമ്മളൊരു പ്രോഗ്രാം ഉണ്ട്. അന്ന് തീർച്ചയായിട്ടും ഒന്ന് കിങ്ങിണിക്കുട്ടിയുടെ ഡാൻസ് ഉണ്ടാവും. ശ്രീവള്ളിയമ്മ, ചിത്ര സൂപ്പർ എന്ന് പറഞ്ഞിട്ട്, ഗിരീഷ് കുമാർ, ബിജി രാജേഷ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ ഒട്ടനവധി സപ്പോർട്ട്. വ്യത്യസ്തനായ ഒരു ബാർബറ ബാലെ എന്ന ഒരു ഗാനം. അത് കഴിഞ്ഞ് കിങ്ങിണിക്കുട്ടിയുടെ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, ടൈറ്റാനിക്. അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് ചെയിൻ സോങ്ങിലേക്ക് പോകാം. നമ്മുടെ ഇനിയെങ്കിലും ഏതാണ്ട് നേരം വിളിക്കാറായി, 2.5 മണിക്കൂറോളം അല്ല 3.5 മണിക്കൂറോളം ആകുന്നു. അപ്പോൾ എന്തായാലും ബാർബറ ബാലിനെ എന്ന ഒരു ഗാനത്തിലേക്ക് പോകാം. ജയശങ്കർ വീട്ടി മനോഹർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നേരോടെ മെസ്സേജ് അയക്കുന്നു, പക്ഷേ മെസ്സേജുകൾ എനിക്ക് വിട്ടുപോയി, ക്ഷമിക്കുക. ജയശങ്കർ വീട്ടി ഒരുപാട് സന്തോഷം. വ്യത്യസ്തനാമൊരു ബാർബറ പാലനെ
താങ്ക് യു ഒരുപാട് സന്തോഷം. അടുത്തത് നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ ഒരു ഇംഗ്ലീഷ് സോങ്ങിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേറ്റ് സോങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടുകൾക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ലഞ്ചു ദാമോദർ സൂപ്പർ കിങ്ങിണി എന്ന് പറഞ്ഞിട്ട് യങ്സ്റ്റർ കണ്ണൂരിന്റെ ആശംസകൾ അറിയിക്കുന്നത് സജയ് കുമാർ ഒരുപാട് സന്തോഷം. PG ദേവദാസ് എനിക്ക് വളരെ ഇഷ്ടമായി. ഈ കുടുംബത്തിന് ഈശ്വരൻ അനുഗ്രഹമുണ്ട്. ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി. ശ്രീവള്ളി അമ്മാൾ ഒരുപാട് സന്തോഷം. ബിജു ഹൃദയ സൂപ്പർ എന്നുണ്ട്. ഒരുപാട് സന്തോഷം. പൽസ ദേവദാസ്, ശ്രീവള്ളി അമ്മാൾ, അങ്ങനെ ഒട്ടനവധി പേർ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഒരുപാട് നന്ദി. PG ദേവദാസ്, ശ്രീവള്ളി അമ്മാൾ, ലിജിന ഗിരീഷ്, ഒരുപാട് സന്തോഷം. സപ്പോർട്ടുകൾ നന്ദി. ലാസ്റ്റ് എന്തായാലും ചെയിൻ സോങ്ങിന്റെ സമയമായപ്പോഴെങ്കിലും എത്തിയതിൽ ഒരുപാട് നന്ദി. ഹൃദയ ഗിരീഷ് കുമാർ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലേഖ മോൻകുട്ടൻ, അയ്യോ വൈകിപ്പോയി, ക്ഷമിക്കുക. വൈകിട്ടില്ല, നേരം വെളുത്ത് മതിയായിരുന്നു. എൻ്റെ പൊന്നിൽ ചേച്ചി എന്തായാലും നേരം വെളുത്ത് 8 മണിക്ക് തുടങ്ങിയ ഏതാണ്ട് സന്ധ്യയ്ക്ക് 6 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാമായത്. മണി 12 മണിയാവാനായി. ഇപ്പോഴാണ് എത്തുന്നത്. എന്തായാലും ഇപ്പോഴെങ്കിലും എത്തിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരുപാട് നന്ദി ചേച്ചി, ഒരുപാട് നന്ദി. നമ്മുടെ ലേഖ മോൻകുട്ടൻ ഒരുപാട് സപ്പോർട്ട് നന്ദി. നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ ബാർബി ഗേൾ എന്ന ഒരു ഇംഗ്ലീഷ് സോങ്, ടൈറ്റാനിക് അല്ല, സോറി, ബാർബി ഗേൾ. അത് കഴിഞ്ഞ് നമ്മുടെ ചെയിൻ സോങ്ങിലേക്ക് പോകരുത്. എല്ലാവരും കാണണം. മാക്സിമം ഒന്നുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമും ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. Bobby, wanna go for a ride? Sure can. Jump in. I'm a Barbie girl in the Barbie world. I'm so plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. Come on, Barbie, let's go party. I'm a Barbie girl in the Barbie world. I'm so plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. I'm a Barbie girl in the fantasy world. Brush me up and get down. I love you, adore. You're my doll, rock and roll, feel the glamour and thing. Kiss me here, toss me there, hanky panky. You can touch, you can play. If you say I am always here. I'm a Barbie girl in the Barbie world. I'm fantastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. Come on, Barbie, let's go party. Yeah. Come on, Barbie, let's go party. Come on, Barbie, let's go party. Come on, Barbie, let's go party. Make me walk, make me jump, whatever you think. I gotta act like you start. I bet I'm making it. Come jump in, be my friend, let us do it again. Hit the town, fool around, let's go party. You can touch, you can play. If you say I am always here. You can touch, you can play. If you say I am always here. Come on, Barbie, let's go party. Yeah. Come on, Barbie, let's go party. Come on, Barbie, let's go party. Yeah. Come on, Barbie, let's go party. I'm a Barbie girl in the Barbie world. Life is plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. I'm a Barbie girl in the Barbie world. Life is plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. Come on, Barbie, let's go party. Yeah. Come on, Barbie, let's go party. Come on, Barbie, let's go party. Come on, Barbie, let's go party. Oh, I was so much fun. Well, Barbie, just getting started. Oh, I love you, Dad. താങ്ക് യു ഒരുപാട് സന്തോഷം. അപ്പോൾ കിങ്ങിണി ലവ് യു എന്ന് പറഞ്ഞിട്ട് മനീഷ് മണി, താങ്ക് യു ഒരുപാട് സന്തോഷം.
ചിത്ര സൂപ്പർ സോണിന് വത്സ ദേവദാസ്, അങ്ങനെ ഒട്ടനവധി പേർ. PG ദേവദാസ്, ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒരുപാട് നന്ദി. ലേഖ മോൻകുട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഒരുപാട് നന്ദി. അപ്പോൾ ലേഖ ചേച്ചിയുടെ ലൈവിൽ പേജിൽ ലൈവ് തന്നപ്പോൾ 10 മണിയായി, പിന്നെ പോയി സാപ്പാടടിച്ചു. ഈ 12 മണി വരെ സാപ്പാട് 2-2.5 മണിക്കൂർ ഇരുന്ന് സാപ്പാടടിക്കുക. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് ഇത് എങ്ങനെന്തുപോയി ഇങ്ങനെ ഓരോ തറവാടുകളൊക്കെ നശിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇനിയെങ്കിലും ആഹാരത്തിൽ അല്പം കൺട്രോൾ ചെയ്യുക. ഈ 2-2.5 മണിക്കൂറൊക്കെ ഇരുന്ന് ഒരുപാട് തിന്നെന്ന് പറഞ്ഞാൽ കളിച്ച കാര്യം. അപ്പോൾ എന്തായാലും ഇനിയത് അപ്പോൾ നമ്മുടെ ചെയിൻ സോങ്ങിലേക്ക് പോകാം. നമ്മുടെ എല്ലാ ഇതുവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഈ വൈകിയ വേളയിൽ ശ്രീവള്ളിയമ്മ കിങ്ങിണി മോളെ തകർത്തു മോളെ ഒരുപാട് സന്തോഷം. ലിജിന ഗിരീഷ് ഒരുപാട് സന്തോഷം. വത്സ ദേവദാസ് ഞങ്ങളോടൊപ്പം തുടക്കം മുതൽ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന നിങ്ങൾ ഓരോ വ്യക്തികൾക്കും കുറച്ച് നമ്മുടെ ലൈവ് കട്ടായതിനു ശേഷം എന്തായാലും അപ്പോൾ നമ്മളോടൊപ്പം 50ഓളം പേരുണ്ടായിരുന്നു. എന്തായാലും അവരോടൊന്നും ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല, ലൈവ് കട്ടായി പോയി. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളോടും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷകളിൽ നന്ദിയായിരിക്കും. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും തീർച്ചയായിട്ടും ഇനി ഞായറാഴ്ച ഞങ്ങളുടെ പ്രോഗ്രാം വരുന്നുണ്ട്. അന്ന് നിങ്ങളുടെ എല്ലാം മോഹൻലാൽ ഫാൻസ് പേജിൽ ഞങ്ങളുടെ പ്രോഗ്രാം വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമിലോ ഞങ്ങളുടെ അവതരണത്തിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാട്ടുകളിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം ഞങ്ങളാരും പാട്ട് പഠിച്ചിട്ടുള്ളവരല്ല, അത് തന്നെയാണ് മെയിൻ. പിന്നെ നിങ്ങളെ ഞങ്ങളോടൊപ്പം നിങ്ങളുടെ സമയം ചെലവഴിച്ചിരിക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ ആനന്ദിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായി മൊത്തം കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ആഹാ തീരാ സമയത്ത് ഗോളുകൾ വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സംഭവം ഉദ്ദേശിച്ചൊക്കെ ഒന്ന് ഇടയ്ക്ക് വെച്ച് ഞാനൊരു മെസ്സേജിലോട്ടൊന്ന് നോക്കിപ്പോയി, ഇപ്പോൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എന്തായാലും എൻ്റെ സപ്പോർട്ടിനും സഹായത്തിനും സപ്പോർട്ടിനും ഒരുപാട് മാത്രമല്ല ഞങ്ങളെ ഇന്ന് ഈ വിശ്വകർമ്മ സൗഹൃദ കൂട്ടായ്മ എന്ന ഈ പേജിൽ ഈ വേദിയിൽ ഞങ്ങൾക്കൊരു അവസരം തന്ന ഇതിന്റെ ക്ഷണിച്ച മനേഷ് മണിക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷകളിൽ നന്ദിയിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഹൃദയത്തിന്റെ ഭാഷകളിൽ നന്ദിയിരിക്കുന്നു. ജയശങ്കർ VT സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. മാത്തൂർക്കാവ് ഭഗവതി ക്ഷേത്രം എന്തായാലും ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമും തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജാണ് മാത്തൂർക്കാവ് ഭഗവതി ക്ഷേത്രം. പക്ഷേ ഇന്നെന്താ നേരം വെളുത്ത് പ്രോഗ്രാം തീർന്നപ്പോഴാണ് എത്തിയത്. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കാവിലെപ്പാട്ടുന്ന ഞങ്ങളുടെ ചെറിയ ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതെ, നിങ്ങൾ പറഞ്ഞ പാട്ടുകൾ ഏറെക്കുറെ ഞങ്ങൾ പാടി എന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പാട്ടുകൾ വന്നത്, ഒരുപാട് മെസ്സേജുകൾ മിസ്സായിപ്പോയി. അപ്പോൾ ആരുടെയെങ്കിലും മെസ്സേജുകൾ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി നമ്മുടെ ലാസ്റ്റ് ചെയിൻ സോങ്ങിലേക്ക് പോകാം. അപ്പോൾ വീണ്ടും അടിച്ചു പൊളിക്കല്ലേ? അപ്പോൾ അടിച്ചു പൊളി ലാസ്റ്റ് കേട്ടോ. ഏതാണ്ട് നേരം വെളുക്കാറായി, എന്നാലും വേണ്ടില്ല നിങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അതൊന്നും നമുക്കൊരു വിഷയമുള്ള കേസല്ല. അപ്പോൾ അടിച്ചു പൊളിയിലേക്ക്, ചെയിൻ സോങ്ങിലേക്ക്. ചെയിൻ സോങ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ ചാടി അടിച്ചങ്ങ് പോവുക.